الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നീ നൽകണം അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിൻ്റെ ഒട്ടിക ഷാമിലേക്ക് കച്ചവടത്തിന് പോയ വിശേഷം അല്ലേ. ഒരു മരത്തിൻ്റെ മുട്ട എത്തിയപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കുവാൻ വേണ്ടി വെച്ചാറ്. അപ്പോഴാണ് ബഹിറാൻ ചൊല്ലോ ഒരു പുരോഹിതൻ, അയാൾ ഈ മേഘം തണലിടുന്നത് ആ മരത്തിൻ്റെ ചുറ്റുഭാഗത്തും കണ്ടു. അപ്പം അയാൾ തീരുമാനിച്ചു, ഇങ്ങനെ ഒരു മേഘം തണലിടണമെങ്കിൽ സാധാരണ ആൾക്ക് തണലിട്ട് കൊടുക്കല, അത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട നബിമാർക്ക് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു നബിയായിരിക്കാം, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശേഷം ഇങ്ങനെ തണലിട്ട് കൊടുക്കുന്നത് ഞാൻ ആദ്യമായാണ് കണ്ടത്. അതേപോലെ ഇങ്ങനെ തണലിട്ട് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അവസാനത്തെ നബിയായിരിക്കാം എന്ന് മനസ്സിലാക്കി ആ മക്കക്കാരെല്ലാവരെയും വിളിച്ചു. ഓ മക്കക്കാർ, നിങ്ങൾക്കറിയാം നിങ്ങളോട് വല്ലാത്ത മഹബത്തുള്ളവനാണ്. മറ്റുള്ള നാട്ടുകാരെ പോലല്ല, റായത്തങ്ങളെ പോലല്ല, നിങ്ങളുടെ എനിക്ക് നല്ല പിരിസമുണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് നല്ല ഒരു സദ്യ ഉണ്ടാക്കി അവരെ വിളിച്ചു. അതെല്ലാം ചെന്നല്ലേ. അങ്ങനെ വിളിച്ചിട്ട് അയാൾ ആശ്രമത്തിലേക്ക്, അയാൾ ഇബാദത്ത് ചെയ്യുന്ന ആ റൂമിലേക്ക് ഓരോ ആളെയും ഉള്ളിലേക്ക് കടത്തി. അങ്ങനെ വന്ന എല്ലാവരും തീർന്നു. അപ്പോൾ നോക്കുമ്പോൾ പിന്നെയും ആ മരത്തിൻ്റെ അതേ ഭാഗത്ത് മേഘം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, ഓ അല്ല മക്കത്, നിങ്ങളെ കൂട്ടത്തിൽ ഇനി ആരെങ്കിലും അവിടെ ബാക്കി ഉണ്ടാ? യാ ഖൗമി ഹൽ ഖല്ലഫ്തും അഹദൻ, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും അവിടെ ബാക്കി ഉണ്ടാ? അപ്പോൾ വന്ന ആൾക്കാർ പറഞ്ഞു, നഅം അജീറല്ലനാ വ യതീമൻ, ഞങ്ങളൊരു പണിക്കാരൻ, ഒരു സ്വർത്രോണും അതേപോലെ യതീമായ ഒരു കിടാവും ഞങ്ങൾ സാമാനം, ഞങ്ങൾ ബിസിനസ്സിൻ്റെ ചരക്ക് കാക്കുവാനായിട്ട് നിന്നറാറ്. അപ്പോൾ അയാൾ ചോദിച്ചില്ല, എല്ലാവരും എന്താക്കണു പറഞ്ഞു. അങ്ങനെ ആ പണിക്കാരനും വന്ന് അയാളെയും അയാൾ ആ റൂമിലേക്ക് കടത്തി. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വന്ന് ആ റൂമിലേക്ക് കടന്നു നോക്കുമ്പോൾ ആ മരത്തിൻ്റെ അടിയിൽ ആ തണൽ കാണുന്നില്ല. പിന്നെ എവിടെയാണ് ആ ഖൈമ, അയാൾ ഇബാദത്ത് ചെയ്യുന്ന ആശ്രമത്തിൽ ഫുള്ളായിട്ട് മേഘമെന്തായിട്ടുണ്ട്, കവറാക്കിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഈ കിതാബാണ് അവസാനത്തെ നബി. കാരണം അയാളെ ഗ്രന്ഥത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ആ ബഹിറാൻ ചൊല്ലുടെ പണ്ഡിതൻ കേൾക്കുന്നു, എന്താണ് മാ യകൂനു ഹാദൽ ഗുലാമു മിൻകും യാ അഹ്ല മക്ക, ഓ മക്കത്തിൻ്റെ ആൾമാരെ, ഈ കിടാവിൻ്റെ വിഷയം എന്താണ്? ഈ കിടാവിൻ്റെ ബാപ്പ ആരാണ്? ഈ കിടാവിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ആരാണ് ഈ കിടാവിൻ്റെ ബാപ്പ? അപ്പോൾ അവർ പറഞ്ഞു, മക്കക്കാർ പറഞ്ഞു, അതാ ഇബ്നു ഹാദ ഷെയ്ഖ്, ഈ പ്രായം തികഞ്ഞ, ഈ പ്രായമുള്ള അബൂ ത്വാലിബിൻ്റെ മോനാണ് ഈ കിടാവ് എന്ന് പറഞ്ഞപ്പോൾ ആ ബഹീറ എന്ന പണ്ഡിതൻ പറഞ്ഞു, വല്ലാഹി മാ യംബഗീ ലി അബവയ്യ ഹാദൽ ഗുലാം അൻ യകൂനാ ഫിൽ അഹ്യാഇ, ഈ കിടാവിൻ്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കാൻ സാധ്യമില്ല. ഈ കിടാവ് ഞാൻ ഉദ്ദേശിച്ച കുട്ടിയാണെങ്കിൽ ഈ കിടാവിൻ്റെ ഉമ്മയും ബാപ്പയും ഇന്ന് ഹയാത്തുണ്ടാകാൻ സാധ്യമല്ല. അപ്പോൾ അബൂ ത്വാലിബ് വിളിച്ചു പറഞ്ഞു, യാ ബഹീറ ഹാദാ ഇബ്നു അഖി വഹുവ യതീമുൻ ഫീ ഹിജ്രി, എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം മോനല്ല, ഇത് എൻ്റെ മൂത്തോണു അബ്ദുല്ലാൻ്റെ മോനായിട്ടിക്കിട്, എൻ്റെ സഹോദരനാകുന്ന, എൻ്റെ ജ്യേഷ്ഠനാകുന്ന, എൻ്റെ മൂത്തവനാകുന്ന അബ്ദുല്ലാൻ്റെ മോനാണ്. ആ അബ്ദുള്ള വഫാത്തായി പോയിട്ടുണ്ട്. വഹുവ യതീമുൻ, അനാഥനാണ്, കിടാവ് യതീമാണ്. ഫീ ഹിജ്രി, എൻ്റെ മടിത്തട്ടിൽ ജീവിക്കുന്ന, എൻ്റെ കൂടെ എപ്പോഴും ജീവിക്കുന്ന എൻ്റെ സഹോദരൻ്റെ മോൻ അബ്ദുല്ലാൻ്റെ മോൻ യതീമായ കിടാവാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹീറ പറഞ്ഞു, സദഖ്ത യാ ഷൈഖ്,
ശേഖൻ ചെല്ലെങ്കിൽ വയസ്സുള്ള ആളുകൾക്ക് അറബിയിൽ ഇതാക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? സത്യമാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സത്യമാണ്. ഈ കിടാവിൻ്റെ ഉമ്മയും ബാപ്പയും ഹയാത്തുണ്ടാകാൻ സാധ്യമല്ല. ഇതെല്ലാം പറയുന്നു, കിടാവ് നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന ഹാദാ നബിയുൽ അംബിയാഇ വഹാദാ ഖാതമുൻ നബുവത്തി ബൈന കതിഫൈഹി. ആരാണ് കുട്ടി? ഇന്ന ഹാദാ നബിയുൽ അംബിയാഇ, അംബിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു നബിയാണ്, സാധാരണ മനുഷ്യനല്ല, സാധാരണ കിടാവല്ല. ഇന്ന ഹാദാ നബിയുൽ അംബിയാഇ, അംബിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു നബിയാണ്. ഈ രണ്ട് കിടാവിന്റെ രണ്ട് ചുമലിന്റെ ഇടയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന്റെ അവസാനത്തെ ആളെന്ന് സീൽ വെക്കപ്പെട്ട ആളാണ്. ഇത് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുട്ടിക്കാലത്ത് തന്നെ അതാ നബിയാണെന്ന് എല്ലാവരും അറിഞ്ഞു. ആ റസൂലുള്ളാഹിന്റെ വിശേഷങ്ങള്, ആ റസൂലുള്ളാഹിന്റെ ബഹുമാനങ്ങള് മുമ്പുള്ള കിതാബിൽ ഓതിപ്പടിച്ച പണ്ഡിതന്മാർ അത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അബൂ ത്വാലിബിന്റെ കൂടെ ഷാമിൽ പോയി. ആ കച്ചവടം എല്ലാം കഴിഞ്ഞു. ഒരുപാട് അത്ഭുതങ്ങൾ അബൂ ത്വാലിബ് കണ്ടിട്ടുണ്ട്. അത് എല്ലാം കഴിഞ്ഞിട്ട് മക്കയിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ മക്കയിലേക്ക് എത്തിയ സമയത്ത് അതാ ബഹീറ എന്ന പണ്ഡിതന്റെ അടുത്തേക്ക്, ഈ ബഹീറാൻ ചൊല്ലി പുരോഹിതനുണ്ടല്ലേ, അയാളടുത്തേക്ക് ഒരു കൂട്ടം നസ്വാറാക്കൾ വന്നു. ഇതെല്ലാം അറിയണം. ഇതെല്ലാം നമുക്ക് ഈ ചരിത്രം എപ്പോഴും കിട്ടല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിലേക്ക് പോയി. അബൂ ത്വാലിബ് കച്ചവടം കഴിഞ്ഞ് റസൂലുള്ളാഹിനെ കൂട്ടിക്കൊണ്ട് മക്കയിലേക്ക് പോയി. ആ പോയതിൻ്റെ ശേഷം ഇതേ ബഹീറാച്ചുള്ള പണ്ഡിതന്റെ മുട്ട ഒരു കൂട്ടം നസ്വാറാക്കൾ വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഇന്നാ ഖറജ്നാ ഫീ ത്വലബിൻ നബിയിൽ ഉമ്മിയി. ഞങ്ങള് നിങ്ങളടുത്തേക്ക് വന്നത്, അതായത് ബഹീറ എന്ന ഈ പണ്ഡിതന്റെ അടുത്തേക്ക് വന്നത് ഉമ്മിയായ ഒരു നബീനെ കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. ഇന്നത്തെ ദിവസം ഈ തിങ്കളിൽ ഇന്ന സമയത്ത് നിങ്ങൾ ഈ ഖൈമന്റെ അടുത്ത്, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ഈ ടെന്റിന്റെ അടുത്ത് അയാൾ വരുമെന്ന് ഞങ്ങൾ കിതാബിൽ ഓതിപ്പടിച്ചിട്ടുണ്ട്. ആ സമയം പറഞ്ഞു കൊടുത്തു. ഇന്ന ടൈമിൽ ഉമ്മിയാകുന്ന ഒരു നബി നിങ്ങളെ അടുത്തേക്ക് വരും. അത് ഈ മാസത്തിലാണ്, ഈ തെറുലായിട്ട് ഈ വഴിയിലാണ് അയാൾ വരുന്നത്. അതുകൊണ്ട് അയാൾ വന്നിന എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞതേ വന്നിട്ടുണ്ട്. ആ മരം തണലിട്ട് കൊടുത്ത സംഭവം എല്ലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇന്നി നുരീദു ഖത്ലഹു. ആ വന്ന നസ്വാറാക്കൾ പറഞ്ഞു, അയാൾ ഞങ്ങൾ വെറുതെ വിടൂല, ഞങ്ങൾ കൊല്ലും. കാരണം ഞങ്ങളെ ഇവിടുന്നല്ല, അയാൾ അറബികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, അറബി സമൂഹത്തിനാണ് നബിയായിട്ട് വരുന്നത്, അയാളെ ഞങ്ങൾ കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ഈ ബഹീറ എന്ന പണ്ഡിതനോട് പറഞ്ഞപ്പോൾ ബഹീറ പറഞ്ഞു, അതെങ്ങനെ? നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അള്ളാഹുവിൻ്റെ വിശ്വാസമില്ല നിങ്ങൾക്കെങ്ങനെ കൊല്ലാൻ സാധിക്കും? അറഅയ്തും അംറൻ യുരീദുല്ലാഹു അൻ യഖ്ലിഹു അയഖ്ദിറു അഹദുൻ അൻ യറുദ്ദഹു. അള്ളാഹു ഒരു കാര്യം ഇവിടെ നടപ്പാക്കണോ, ഒരു കാര്യം ഇവിടെ നടക്കണം റബ്ബ് തീരുമാനിച്ചെങ്കിൽ അതിനെ മടക്കാൻ കഴിയുള്ളവൻ, അതിനെ തടയാൻ കഴിയുള്ളവൻ ആരാണുള്ളത്? അയാൾ നബിയാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചെങ്കിൽ ആർക്കെങ്കിലും അത് തടയാൻ സാധിക്കുമോ എന്ന് ഈ ബഹീറ തിരിച്ചു ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ അവർക്കൊന്നും മറുപടിയില്ല. അവർ ഇതും കേട്ടിട്ട് എന്തായി, തിരിച്ചു പോയി. നമുക്ക് റസൂലുള്ളാഹിന്റെ മഹത്വം അവരെ കിതാബിലാണ് പറയുന്നത്. ഇന്ന മാസത്തിന് ഈ വഴിയിൽ ഈ ഉമ്മിയായ ഹബീബായ മുത്തുനബി നബിയാകുന്നതിന് മുമ്പ് തന്നെ വരും. അയാൾ വന്നാൽ അയാളെ സ്വീകരിക്കുമാർ ഈ ബഹീറ എന്ന പണ്ഡിതൻ. അപ്പൊ അയാളോട് ചോദിക്കാൻ വേണ്ടി ഒരു വരുന്ന നസ്വാറാക്കൾ ഒക്കെ അങ്ങനത്തെ ഒരാൾ വന്നിന് ആ മരം തലയിട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ അവർക്ക് സദ്യയാക്കിയിട്ട് ഇത് വിരുന്നാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബഹീറ അവർക്കൊന്നും കൂടി ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ എനിക്ക് സാധ്യം, അയാൾ നബിയാക്കിയിട്ട് കടത്തണം തീരുമാനിച്ചെങ്കിൽ, കാരണം ഇയാൾക്ക് ശരിക്കും അറിയുമല്ലേ, തീരുമാനിച്ചെങ്കിൽ തടയിടാൻ ആർക്ക് കഴിയും?
അങ്ങനെ രണ്ടാമത്തൊരു യാത്ര. പിന്നെ മൂന്നാമത്തെ യാത്ര ഇതേ ബഹീറ പിന്നെയും കിട്ടും. ഇത് രണ്ടാമത്തെ യാത്രയിൽ ഇതേ ബഹീറ പിന്നെയും കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ യാത്രയിൽ ഹബീബായ മുത്തുനബിന്റെ വയസ്സ് 20. ഇന്നത്തെ യാത്രയിൽ വയസ്സ് എത്ര? 12. ഇനിയൊരു യാത്ര പോകുന്നുണ്ട് ഷാമിലേക്ക്. ആ ഷാമിലേക്ക് പോകുമ്പോൾ അന്ന് ഹബീബായ മുത്തുനബിന്റെ വയസ്സ് 20. ആരെ കൂടെയാണ് പോകുന്നത്? ഇന്ന് അബൂ ത്വാലിബിന്റെ കൂടെയാണ് പോയത്. അന്ന് അബൂ ത്വാലിബ് ഇല്ല. അത് ഹബീബായ മുത്തുനബിന്റെ എല്ലാ നിലക്കും പിൽക്കാലത്ത് കൂട്ടുകാരനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണുള്ളത്. അന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വയസ്സ് എത്ര? 18. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വയസ്സ് 18. അതേ സമയത്ത് മുത്തുനബിന്റെ വയസ്സ് 20. ഈ രണ്ടാളും ഒരു ഷാമിലേക്കുള്ള യാത്ര പോയിട്ടുണ്ട്. ആ ഷാമിലേക്ക് പോകുന്ന യാത്രയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇതേ ബഹീറിനെ രണ്ടാമതും കാണുന്നു 8 കൊല്ലം കഴിഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ് ആ യാത്രക്കുള്ള വിഷയം നാളത്തെ ക്ലാസ് പഠിക്കാം. അർഹമുർ-റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനെ. അർഹമുർ-റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞ മജ്ലിസാണ് റഹ്മാനെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിനക്ക് ഇഷ്ടമാണല്ലോ, അവിടുത്തെ മദ്ഹ് പറയലും ഇഷ്ടമാണല്ലോ. അല്ലാഹ്, നിന്റെ ഹബീബായ മുത്തുനബിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും നീ അഫൂ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു താ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുഃഖങ്ങൾ, ഞങ്ങളെ പ്രയാസങ്ങൾ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ തീർക്കണം റഹ്മാനെ. ഞങ്ങളെ ഹൃദയത്തിലുള്ള ഹസദ്, റിയാ, ലോകമാന്യം, ഉജ്ബ്, അഹങ്കാരം ഇത് എല്ലാം എടുത്തു കളയണേ അല്ലാഹ്. ഈമാനും തഖ്വയും നിന്റെ ഖൗഫും നിന്റെ റജാവും ഞങ്ങളെ ഖൽബിലിട്ട് തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്, അവരുടെ രോഗം നീ ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങളെ പാനീയത്തിനും ഞങ്ങളെ ബിസിനസ്, ഞങ്ങളെ പണിയിൽ, ഞങ്ങളെ ഏർപ്പാട് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടങ്ങളെ തീർക്കണേ അല്ലാഹ്. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. وهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.